അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മൂകാംബികയിൽ നിന്ന് പോവുക നേരെ ഉടുപ്പിലേക്ക് ഒരു യാത്ര. അവിടെ നിന്ന് നേരെ നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പം രാവിലെ 7 മണിയായിട്ടുണ്ട്. എല്ലാ തൊണ്ടയൊക്കെ പോയി, പനിയായി, ജലദോഷം ആകെ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ റൂമിലൊക്കെ. നമുക്ക് അങ്ങോട്ട് പോണ വഴിയെ അങ്ങനെ അമ്മ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുട്ടും കടലക്കറിയും. അമ്മുമ്മ അപ്പം, മുത്തു പുട്ട്. നമുക്കുള്ളതൊന്നും വന്നില്ല ഗൈസ്. നമ്മളൊക്കെ ഇങ്ങനെ കൊതി നോക്കിയിരിക്കുകയാണ്. അവർ തിന്നോണ്ടിരിക്കുന്നത്. ചായത്തിനും കിട്ടി. അങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങി അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി നമ്മൾ നേരെ ഉടുപ്പിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറാണ് യാത്ര. നേരെ KSRTC ബസ്സിൽ 1.5 മണിക്കൂറല്ലേ? 1.5 മണിക്കൂറാണ് യാത്ര. അപ്പം നമ്മൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. മൂകാംബിക KSRTC ബസ് സ്റ്റാൻഡിലോട്ട്. അല്ല, നമ്മൾ നടന്നു പോകുന്നു. ഇവിടെ നിന്ന് അടുത്താണ്. നടന്നു. എന്റെ വ്ളോഗിൽ പറയണോ ചിന്നിയുടെ വ്ളോഗിൽ പറയണോ? ഞാൻ ഇവിടെ അതെ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ആണ് KSRTC ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ ബസ്സിനുള്ളിൽ കയറാൻ പോവാ. ഇതിലിനി ഉടുമ്പി വരെ 1.5 മണിക്കൂർ യാത്രയുണ്ട് ഗൈസ്. എനിക്ക് വയ്യ, തളവ്. ഞാൻ ചിന്നോള് വലിയ പാണ്ടക്കെട്ടായിട്ടാണ് ഇരിക്കുന്നത്. എടാ, അമ്മയൊക്കെ എവിടെ? അമ്മയുടെ താഴെ പറഞ്ഞ് ഈ വണ്ടി കയറി ഇരിക്കേ. ഗൈസ്, നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ 2 മണിക്കൂറാണ് കേട്ടോ മൂകാംബികയിൽ നിന്ന്. ഇതാ കാണുന്നതാണ്. ഫോൺ കൊണ്ട് കയറിക്കൂടെന്നാണ് തോന്നുന്നത്. എന്തായാലും വേഗം തൊഴിച്ച് നമുക്ക് വേഗം വരാം. ഇതൊരു രഥം എന്നാണ് മുത്ത് പറഞ്ഞേക്കുന്നത്. ദോയിനുള്ളിൽ കൂടെ കയറുന്ന കേട്ടാ. ആണ്ടേ, ഈ ക്ഷേത്രത്തിനൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃഷ്ണൻ്റെ വിഗ്രഹം കാണാൻ പറ്റൂലല്ലേ? കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ആ പഴുതിക്കൂടി, ആ താക്കോലിൻ്റെ ആ ഊട്ടേ കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. നേരിട്ട് കൃഷ്ണനെ തൊഴുവാന അങ്ങനെയൊന്നും പറ്റത്തില്ല ഇവിടെ. പൊരിഞ്ഞ വഴി അതിനുള്ളിൽ കൂടിയേ കയറി പോകണം. ഇതിനുള്ളിലാണ് സ്വർണ്ണ രഥമൊക്കെ ഇരിക്കുന്നതാണ്. ഇതിനുള്ളിൽ നമുക്ക് ട്രെയിൻ 2:30 ആയതുകൊണ്ട് സമയം ഒട്ടുമില്ല കേട്ടോ. ഇപ്പം തന്നെ 12:10 കഴിഞ്ഞ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് തൊഴുതിട്ട് വേഗം ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ. വേഗം നമുക്ക് പോകണം, അല്ലെങ്കിൽ ട്രെയിനും പോകും. പിന്നെ ഇന്നും കാണില്ല, നാളെ പോവേണ്ടി വരും. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും എത്തി. ഇനി ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് നമ്മളെ ട്രെയിൻ എത്ര മണിക്കാണ്? ഇപ്പം 2 മണിക്കാണ് കേട്ടോ നമ്മളെ ട്രെയിൻ. എല്ലാവരുമൊക്കെ പല വഴിക്ക് നിൽക്കുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. മുത്തു ചിന്നോളെ കാശിവാവയ്ക്ക് ഒന്നും കൊടുത്തില്ല. അങ്ങനെ കാശി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശു
ആശുകൂട്ടാ അമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മള് കഴിച്ചിരിക്കുന്നു. എനിക്ക് ട്രെയിൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 3 മണിയായി കേട്ടോ. അപ്പോഴാണ് ട്രെയിൻ വരുന്നത്. ഗേസ് കുറച്ച് താമസിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെറുതെ ഇങ്ങനെ ബോറടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ദോ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. ദോ വരുന്നു. ഇവിടെ പാചകമൊക്കെ തുടങ്ങി. പിന്നെ ഇവിടെ കിടന്ന് നീയല്ലോ വീണ്ടാണ് തണുത്ത് വിറച്ചിരിക്കുകയാണ്. ആന്നാന്ന് ഏത് പെണ്ണ് പറ ഏതാ ഏതാ പെണ്ണിനെ ചാറ്റിയാണ് കേട്ടോ. പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഇറങ്ങി. 9:30 മണി. നമ്മള് ഷൊർണൂർ എത്താറായി. കാശുമോ എന്താണ്ട് കാശ് കൂട്ടോ. 9 മഴ കഴിഞ്ഞ് എന്റെ ചെക്ക ഇങ്ങോട്ട് പ്രേതം ഒരു വക പേടിച്ചിട്ടില്ല. പട്ടിണി പരിവേഷം മേടിച്ചാലും അമ്മയുടെ ചെലവ് കിടക്കുന്ന ചിഹ്നമാണ് കേട്ടോ. ഒരു ബോധമില്ല. കണ്ണനവിടെ ഇരിപ്പുണ്ട്. ഇപ്പിന്റെ കാശിക്കട്ടെ ഇവിടെ കളിച്ചു. രാജീവേട്ടനോ മുകളിൽ കിടക്കുന്ന അമ്മ ഇവിടെ ഉണ്ട്. അമ്മൂമ്മ തവണന്നിരിക്കുന്നു. നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഫൈനലി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ പിടിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരു തിരക്കുണ്ടോ? അമ്മാതിരി തിരക്ക്. ഞാൻ അങ്ങനെ പിടിച്ചില്ല. അപ്പം അമ്മയും കണ്ണൻ അമ്മ എല്ലാവരും കൂടി ഓട്ടോയിൽ കണ്ണൻ്റെ കാർ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പെരുവഴിയിൽ നിൽക്കുകയാണ്. രാജീവേട്ട അവിടെ ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് എത്തി ഗൈസ്. പക്ഷെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മളെ ചെടികൾ, എനിക്ക് അതാണ് വിഷമം. ദാ ഈ ചെടിച്ചട്ടിയിലൊന്നും ഒരു ചെടി പോലും ഇല്ല. കാരണം ഫുള്ള് കരിഞ്ഞു പോയോ. എനിക്ക് ഭയങ്കര സങ്കടം. ഈ 3 എണ്ണത്തിൽ ചെടി ഉണ്ടായിരുന്നു. ദാ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു സാൽവിയൊക്കെ. അത് ഫുള്ള് പോയി ഗൈസ്, ഫുള്ള് പോയി. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് അലുമ്പായി കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പൊടിയായി. കാരണം വെച്ചാൽ താറിട്ടുകൊണ്ടിരിക്കുന്നത് പോലെ അവിടം വരെ എത്തി. നമ്മൾ പോയപ്പോൾ താറൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു തൂത്ത് ക്ലീൻ ആക്കിക്കൊണ്ടുള്ള ട്രിപ്പെല്ലാം അടിച്ച് പൊളിച്ച് ഗൈസ്. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത്.